അതെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നിൽക്കണം നമ്മളെ കണ്ണൂർ ജില്ലയിൽ ചെറുകുന്ന് 2 കിലോമീറ്റർ മാറിയിട്ട് ആയിരന്തെങ്കിലും പാലത്തുമലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു 4 ഏക്കർ സ്ഥലം നല്ല ചെമ്മീൻ കണ്ടിയാണെന്ന് സെയിൽ ചെയ്യാൻ വന്നിട്ടില്ല. അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഏതാ കിടുവായി ഏതാ സ്ഥലം നോക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകട്ടെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കുക ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ സ്ഥലം പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ അതിന് ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതൊക്കെ ഈ റോഡ് വരുന്ന ചെറുകുന്നിന്ന് വരുന്ന റോഡാട്ടോ. ചെറുകുന്നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അതേപോലെ നിങ്ങളിപ്പോൾ പഴയങ്ങാടി നിന്നാണ് വരുന്നതെങ്കിൽ പഴയങ്ങാടിയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് 20 കിലോമീറ്റർ, അതുപോലെ പയ്യന്നൂരിൽ നിന്ന് 23 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ. ബസ് സർവീസൊക്കെ ഉള്ളതാണ്, ബസ് റൂട്ട് ഉള്ളതാണ്. ഇനി സ്ഥലത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് നേരെ പോയിട്ട് നമുക്ക് നോക്കാം. ഇനി പോരിഞ്ഞ് അതെ, ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കലുണ്ട് എന്തെങ്കിലും ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ, കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ള കണ്ടില്ല, ഞങ്ങൾ ചെമ്മീൻ ബണ്ടാണ് കൊണ്ടുവന്നുള്ളത്. ചെമ്മീൻ കണ്ടി എന്ന് പറഞ്ഞ സംഭവമാണ് കൊണ്ടുവന്നുള്ളത്. മൊത്തം 4.5 ഏക്കർ സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ ഗൾഫിൽ നിന്നൊക്കെ മതിയാക്കിയിട്ട് ഇവിടെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കിടിലൻ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അതിന്റെ എന്തൊക്കെ സംഭവങ്ങളാണ് വിൽക്കാനുള്ളതും എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഒരു 5 ലക്ഷം 6 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ ചെമ്മീനാണ് ഇപ്പോൾ ഒരു നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് ഡീറ്റെയിലും കാര്യങ്ങളും മൊത്തത്തിൽ ഞാൻ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരാം. വാ. അപ്പോൾ ഇതാക്കണം നമ്മളെ പ്ലോട്ടിലോട്ടുള്ള വഴി ഇതാണ് കേട്ടോ. ഏത് വണ്ടി വേണമെങ്കിലും പോണാണ്, കാറോ ജീപ്പോ വലിയ വണ്ടി അടക്കം പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ ലോറി അടക്കം പോകുന്ന വഴിയാണ്. പ്ലോട്ടിന്റെ അതിര് ഇവിടുന്ന് തുടങ്ങുക കേട്ടോ. ഇവിടുന്ന് അവിടെ കിടക്കുകയാണ്. ഇതാക്കുന്ന ഫ്രണ്ടിൽ തന്നെ ഇതാക്കുന്ന കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ കറണ്ടിന്റെ കണക്ഷനൊക്കെ ഉള്ളതാണ്. നമുക്ക് അതിനകത്ത് പോയിട്ട് അതിന്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാട്ടോ. ഇങ്ങോട്ട് പോയാൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തിട്ടോ. ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കറണ്ടിന്റെ കണക്ഷൻ എടുക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ ഇലക്ട്രിക്കലിന്റെ വർക്കും കാര്യങ്ങളും എല്ലാം ഇതിപ്പോൾ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. എല്ലാ കറണ്ടിന്റെ എല്ലാ എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പണിക്കാരയിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കിടക്കാനുള്ള സൗകര്യത്തിന് ചെറിയ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഷെഡ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്ത് 2-3 ഷെഡുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫുള്ള് CCTV സർവൈലൻസ് ഉള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇവിടെയൊക്കെയാണ് ഇവർ ഇതിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്, ഇതിന് കൊടുക്കാനുള്ള തീറ്റയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതാണ് കറണ്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ജനറേറ്ററിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റാണ്. ഇപ്പോൾ നമുക്ക് കറണ്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏരിയേറ്റർ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ ജനറേറ്ററിലാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് ഓരോ സംഭവങ്ങളും പറഞ്ഞുതരാം കേട്ടോ. ഒക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇതാക്കണ അവിടെ നിന്നാണ് വന്നിട്ട്. അപ്പൊ വരുന്ന വഴിക്ക് നമുക്ക് അവിടെ തന്നെ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് അടുത്ത് ഇവിടെ ഒരു ഷെഡ് ഉണ്ട്, അതുപോലെ അവിടെ ഒരു ഷെഡ് ഉണ്ട് കേട്ടോ. ഈ ഓരോ പോണ്ടിലും 4 ഏരിയേറ്ററുകൾ വീതമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോ ഏക്കറിലും ഓരോ പോണ്ട് വീതമാണ്. അതായത് 4.5 ഏക്കർ ഉണ്ട് മൊത്തം. ഈ 4 ഏക്കറിൽ 4 പോണ്ടുകളാണുള്ളത്. അങ്ങനെ ഓരോ ഏക്കറിലും ഓരോ പോണ്ടിലും ഓരോ ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുന്നത്. മൊത്തം 4 പോണ്ടുകളാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. ഇനി നോക്കണം, ഇപ്പം നിലവിൽ ഈ ഒരു പ്ലോട്ടിന് ഇതിപ്പോൾ ഈ ഒരു ഫാം ഇത് നടത്തുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഇപ്പോൾ നിലവിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം പ്ലോട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചേർന്നുള്ള പുഴയാണ്, ഈ ഒഴുകണ വേലിയേറ്റുള്ള പുഴയാണ്. അതായത് നമുക്ക് ഇതിനകത്തോട്ട് പോണ്ടിലോട്ട് വേണ്ട വെള്ളത്തിൻ്റെ സൗകര്യത്തിന് വെള്ളം അടിക്കാനുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 HP മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉപ്പുരസം ചേർന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ചെമ്മീൻ ഇത് വളർത്തണമെന്നുണ്ടെങ്കിൽ ഉപ്പുരസമുള്ള വെള്ളമാണെന്ന് പറഞ്ഞു. അതെ, അപ്പൊ വേലിയേറ്റുള്ള പുഴയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇങ്ങോട്ട് വെള്ളമൊക്കെ എടുക്കാം അല്ലേ? അതെ, അപ്പൊ അതിന് വേണ്ട 7 HP വലിയ മോട്ടറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ നിക്കണവർ നോക്കുകയാണെങ്കിൽ പ്ലോട്ടിന്റെ ഏറ്റവും എൻഡിലാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ആ ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതേമാതിരിക്ക് ചെമ്മീൻ കൃഷിയൊക്കെ നടത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്ലോട്ട് എടുത്തിട്ടോളൂ കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കാം. ഫുള്ള് ചെമ്മീൻ പാടം തന്നെ പറയാം. ഈ ഒരു 4.5 ഏക്കർ മൊത്തം തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ടുണ്ടല്ലോ അല്ലേ? ആ, ഇത് വേറെ ആൾക്കാരുടെ ഉണ്ടോ? അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു ഏരിയ മൊത്തം ഈ ചെമ്മീൻ കൃഷി തന്നെയാണ് കേട്ടോ. ഇത് ഇവിടുന്ന് അങ്ങോട്ട് വേറെ ആൾക്കാരുടെ സ്ഥലമാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി പണിക്കാരെ കിട്ടുമോ എന്നുള്ള സംശയം ഉണ്ടാവും. പിന്നെ ഇതിനകത്തുനിന്നുള്ള
മീനെങ്ങനെ നമുക്ക് ആ റോഡിന്റെ സൈഡിലോട്ട് എത്തിക്കാന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് തീർത്തു കൊടുക്കണ്ടേ? അതെ, തീർത്തു കൊടുക്കണേ. പിന്നെ ഇതിനകത്ത് ബയോഫ്ലോക്സ്, അതുപോലെ റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം എന്ന് വേണ്ട ഈ ഒരു ഫാമിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പൊ ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. കറണ്ടിന്റെ കണക്ഷൻ, പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിൽ CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ സംഭവങ്ങളും സെറ്റ് ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോ നിങ്ങൾ ഒരു പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ക്ലിയർ തന്നെ. അതിലെ ഇതൊക്കെ കുഴിച്ച് ഓരോ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വരിക, അടുത്ത എന്താ പറയാ ചെമ്മീനെ ഇടുക, അത്ര മാത്രമേ പണിയുള്ളൂ. വരിക, കായ കൊടുക്കുക, ആധാരം എഴുതുക, സ്ഥലം കയ്യിലാക്കുക, നോക്കുക, നോക്കിക്കൊണ്ട് നടത്തുക. പണിക്കാരൊക്കെ കിട്ടുന്നതാണോ? പണിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഈ ഓരോ പോണ്ടിലും ഓരോ ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളെയാണ് ഇടുന്നത് കേട്ടോ. പിന്നീട് അതിന്റെ വിളവെടുപ്പിന്റെ സമയത്ത് ഏകദേശം 2-3 ടണ്ണോളം ചെമ്മീനാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പൊ ഇതിനകത്തുനിന്ന്. പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് പിടിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതാണ്. കണ്ടില്ലെങ്കിൽ ഇതേപോലെ ഇത് ഒരു തോടാണ്. ഈ തോട്ട് നേരെ നമ്മളെ പ്ലോട്ടിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരെ വരികയും ചെയ്യില്ല. അതിനകത്ത് തോണി ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതിനകത്തുനിന്ന് ഓരോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് ഇത് കണ്ടില്ല, ഇതേപോലെ പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓവർഫ്ലോ വരുന്ന വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക പുറത്തോട്ട് പോകാനുള്ള സൗകര്യത്തിന്. പിന്നെ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിൽ അവിടെ ഷെഡ് ഉണ്ട് കേട്ടോ. ഷെഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗത്തെല്ലാം ഉണ്ട്. പിന്നെ ക്യാമറ ഉണ്ട്, CCTV ക്യാമറയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ ഒരു സ്ഥലം എടുക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പണിക്കാരെ കിട്ടും കേട്ടോ. ഹിന്ദിക്കാരാണെങ്കിലും അല്ല, സാധാരണ നമ്മളെ നാട്ടിൻപുറത്തെ ആൾക്കാരാണെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ പണിക്കാരെ കിട്ടും. ഇതാക്കണ ഒരു ഇനി ചെമ്മീനെ പിടിക്കണത് എങ്ങനെയാണ് സംഭവം ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ തൽക്കാലം നമുക്ക് കുറച്ച് പിടിക്കണത് മാത്രമാണ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നത്. അവിടെ വയ്ക്കാവൂ, അവിടെ തുള്ളു കേട്ടോ, കുറെ കയറിയുണ്ട് കേട്ടോ. കുറെ നേരം പിടിച്ചു പോയിന്നുണ്ട്. സംഭവം ഇങ്ങനെയൊക്കെയാണ് ഇത് പിടിക്കുന്നത്. പിന്നെ കുറച്ച് പിടിക്കണം കേട്ടോ. കൂടുതലൊക്കെ ആകുമ്പോൾ ഫുള്ള് പിന്നെ നെറ്റ് ഇട്ടിട്ട് വലയിട്ടിട്ടാണ് പിടിക്കുന്നത്. വലയിട്ട് പിടിച്ചിട്ട് നേരെ ഇതാണ് അങ്ങോട്ടാണ് കൊണ്ടുപോവുക. അതിലിങ്ങനെ കൊണ്ടുപോയി നേരെ ഇതാക്കണേ അവിടെ തോണി അതുവരെ എത്തും. നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വണ്ടിയെല്ലാം എത്തണോർത്ത് അതുവരെ നമുക്കിത് കൊണ്ടുപോകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അല്ലേ. എളുപ്പം വന്നാണ്ട് എടുത്തോളിട്ടോ, നല്ല കിടു സ്ഥലമാണ്. ഇങ്ങനത്തെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ. അതെ. അപ്പൊ കണ്ടിലെ മുത്തുമണിയിൽ നല്ല കിട്ടിലന്നെ ഒരു പ്ലോട്ടാണ്. മൊത്തം 4.5 ഏക്കർ സ്ഥലം കണ്ണൂർ ജില്ലയിലാണ്. 1000 തെങ്ങ് പാലത്തിന്റെ ചുവട്ടിലുള്ള ഈ ഒരു പ്ലോട്ടാണ്. നല്ല കിടുക്കാച്ചി പ്ലോട്ടാണ്. ഇതേപോലെ ബിസിനസ് ഒക്കെ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണറെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിട്ടിലും പ്ലോട്ടായിട്ട് വീണ്ടും കാണാം. ബൈ.